ചതുർമുഖ പോരാട്ടത്തിന് അംഗം കുറിക്കുന്ന നിലമ്പൂരിൽ ഇതുവരെ കണ്ടിരുന്നത് UDF-LDF പോരാട്ടമായിരുന്നുവെങ്കിൽ ഇത്തവണ അത് മാറി 4 പാർട്ടികൾ മാറ്റുരയ്ക്കുന്ന കാഴ്ചയാണ്. PV അൻവർ തൊടുത്തുവിട്ട അംഗക്കലിയുടെ ഭാഗമായി വന്ന ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തിൽ വൻ കോളിളക്കം സൃഷ്ടിക്കുന്ന ചർച്ചയാണ് നടക്കുന്നത്. ഇപ്പോൾ നിലമ്പൂരിൽ ആര് ജയിക്കുമെന്നാണ് കേരളം നോക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും UDF തങ്ങളുടെ കളം അവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ അൻവറിന്റെ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുന്ന അൻവർസത്തെ കുടഞ്ഞെറിഞ്ഞ് UDF തങ്ങളുടെ വഴി വെട്ടി തുറന്നു കഴിഞ്ഞു. LDF-ന് ചാകര, അൻവർ കളം പിടിക്കും എന്നൊക്കെ ആലങ്കാരികമായി പറയുമെങ്കിലും യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ UDF തരംഗമാണ് കാണുന്നത്. നിലമ്പൂരിൽ UDF 100% ജയിക്കും എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അൻവർ മത്സരിക്കുന്നത് കൊണ്ടും UDF-നും LDF-നും ഭൂരിപക്ഷം നേരിയ തോതിൽ കുറയുമെങ്കിലും UDF-ന് അവിടെ ഭയക്കേണ്ടതില്ല. ഇപ്പോൾ 3 പതിറ്റാണ്ട് കാലം നിലമ്പൂർ മണ്ഡലത്തെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ കയ്യിൽ ഭദ്രമാക്കി വെച്ചിരുന്ന ആര്യാടൻ മുഹമ്മദ് 2016-ൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ മത്സരത്തിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ് മകൻ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അന്ന് അവിടെ ആര്യാടൻ മുഹമ്മദിന് കിട്ടിയ വോട്ടുകൾ ഷൗക്കത്തിന് കിട്ടിയില്ല എന്ന പ്രചരണം വ്യാപകമായി പ്രചരിക്കുകയും അതുകൊണ്ടാണ് ഷൗക്കത്ത് അന്ന് പിന്നാക്കം പോയത് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അത് തീർത്തും അസംബന്ധമാണ്. അന്ന് ആര്യാടൻ മുഹമ്മദിന് അവിടെ 2011-ൽ കിട്ടിയത് 66,331 വോട്ടുകൾ ആയിരുന്നുവെങ്കിൽ 2016-ൽ ഷൗക്കത്തിന് അവിടെ കിട്ടിയത് 66,354 വോട്ടുകളാണ്. അതായത് 23 വോട്ടുകൾ ഷൗക്കത്തിന് അവിടെ കൂടുതൽ കിട്ടി എന്നർത്ഥം. അവിടെ തോറ്റതിന് കാരണം അൻവറിന്റെ വ്യക്തിപരമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. പുതിയ വോട്ടർമാരെ അന്ന് അൻവർ സ്വാധീനിച്ചു എന്നതിലും തർക്കമില്ല. യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ 55,000 മുതൽ 60,000 വോട്ടുകളെ LDF-നുള്ളൂ. ഇന്ന് അൻവർ ഇല്ലാത്ത ഇടതുപക്ഷത്തിന് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിയാണ് അന്ന് DYFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സ്വരാജ് പോലും മത്സരത്തിൽ നിൽക്കാതിരുന്നത്. അതിന് പകരമാണ് അന്ന് അൻവറിന് അവിടെ നറുക്കു വീണത്. 66,000 വോട്ടുകളുള്ള UDF 60,000-ത്തിനു താഴെയുള്ള LDF-ഉം മത്സരിക്കുന്ന ഇടത്തേക്ക് PV അൻവർ വന്നതോടെ പല മേഖലയിൽ നിന്നും വോട്ടുകൾ വന്നു. ഇടതുപക്ഷത്തിന്റെ പാനൽ വോട്ടുകൾക്ക് മുകളിൽ കിട്ടുന്ന വോട്ടുകൾ അത് അൻവറിൻ്റെത് മാത്രമാണ്. പക്ഷേ ഇനി ആ വോട്ടുകൾ അൻവറിന് അവിടെ കിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അൻവർ രാജിവെച്ചത് പിണറായി സത്തിനെതിരായി ആണ്. ആ പിണറായി വിരുദ്ധ വോട്ടുകളാണ് അദ്ദേഹം പിടിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പിണറായി വിരുദ്ധ വോട്ടുകൾ ചെയ്യുന്നവർക്ക് അൻവറിനോട് അല്പം ചായവുണ്ടെങ്കിൽ വോട്ടുകൾ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് നൽകി വിഡ്ഢികളാകാൻ നിൽക്കില്ല എന്നത് ഉറപ്പാണ്. കാരണം യഥാർത്ഥ പ്രതിപക്ഷമായ UDF-നെ ജയിപ്പിക്കാനായിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുക. 2016-ൽ 66,354 വോട്ടുകളാണെങ്കിൽ 2021-ൽ VV പ്രകാശിന് അവിടെ ലഭിച്ചത് 78,527 വോട്ടുകളാണ്. അതായത് UDF-ന് 12,000 വോട്ടുകളായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 2016-ൽ UDF-ൽ നിന്ന് പോയ കുറച്ച് വോട്ടുകൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ്. അതായത് അൻവറിന്റെ ഭൂരിപക്ഷം വെറും 2,700 വോട്ടുകളായി കുറഞ്ഞിരിക്കുന്നു. 20,000-ത്തിനടുത്ത് വോട്ടുകൾ വ്യക്തിപരമായി നേടിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാം, അൻവറിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ, ആ വോട്ടുകൾ ഇനി അൻവറിന് കിട്ടില്ല എന്നത് മാത്രമല്ല, UDF-ന് വോട്ടായി അത് മാറുമെന്നും വ്യക്തമായി. അതിനർത്ഥം എങ്ങനെ നോക്കിയാലും UDF-ന്റെ വോട്ടുകൾ അടക്കം പുതുതായി ചേർത്തതും അടക്കം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി വോട്ടുകൾ മാറും എന്നത് ഉറപ്പായി കഴിഞ്ഞു. അതായത് 70,000-ത്തിനും 75,000-ത്തിനും ഇടയിൽ വോട്ടുകൾ ലഭിക്കും എന്നതാണ്. LDF-ന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന, അതായത് PV അൻവറിന് അവസാനമായി ലഭിച്ച 80,000 വോട്ടുകൾ അൻവർ തന്റെ സ്വന്തം കയ്യിലുള്ള 20,000 വോട്ടുകൾ മാറ്റിയാൽ പോലും LDF-ന് കിട്ടാൻ പോകുന്നത്
60,000-നും 65,000-നും ഇടയിലുള്ള വോട്ടുകൾ മാത്രമായിരിക്കും. അതായത് നിലമ്പൂരിൽ എം സ്വരാജിന് ഒരു ചുക്കും മാറ്റം സംഭവിപ്പിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. ആര്യാടൻ ഷൗക്കത്ത് അവിടെ വെറും സ്ഥാനാർത്ഥി മാത്രമല്ല, നിലമ്പൂർക്കാരുടെ വികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരമ്പരാഗതമായി നിലമ്പൂരിന്റെ വികാരമായ ആര്യാടൻ കുടുംബത്തിന്റെ മണ്ണാണ് നിലമ്പൂർ മണ്ഡലം. ആ മണ്ഡലം ആര്യാടൻ ഷൗക്കത്തിലൂടെ UDF വളരെ ഈസിയായി തിരിച്ചു പിടിക്കും എന്നത് ഉറപ്പാണ്. 7,000-നും 10,000-നും ഇടയ്ക്ക് നേടുമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാണെങ്കിലും 20,000-ന് അടുത്ത് നേടുമെന്നാണ് കണക്കുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. ഏതായാലും കടുത്ത ചതുർമുഖ പോരാട്ടം നടക്കുന്ന നിലമ്പൂർ മണ്ഡലം UDFന്റെ കൂടെ നിൽക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.